ഹലോ, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഞാനും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വീട്ടിലുള്ള ഒരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഉത്രാടമാണ്. അപ്പം തന്നെ എല്ലാവർക്കും ഊഹിക്കാം വീട്ടിൽ ഒത്തിരി പണികളുണ്ടാവും. ക്ലീനിങ്ങും കുക്കിങ്ങും അത്യാവശ്യം ചില്ലറ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ നമ്മൾ തലേ ദിവസമാണല്ലോ ചെയ്യുക പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. രാവിലെ തന്നെ നല്ല മഴയുടെ വെതറായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. അപ്പം തന്നെ ഒരു പകുതി മൂടം അവിടെ പോയി. പിന്നെ പൂക്കളൊക്കെ ഇട്ട് മെല്ലെ ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ. എല്ലാം അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ആക്ച്വലി ലഞ്ച് ഉണ്ടാക്കാൻ ഇന്ന് ഒത്തിരി ലേറ്റായി. കാരണം രാവിലെ മുതലേ, ഇന്നലെ രാത്രി മുതലേ, വൈകുന്നേരം മുതലേ പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാ, അതാകുമ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുക്കിംഗ് പരിപാടി അപ്പം തന്നെ കഴിയുമല്ലോ, അതിൻ്റെ പുറകെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സാധനങ്ങൾ കിട്ടിയപ്പോൾ ഒത്തിരി ലേറ്റായി. ഏകദേശം ഒരു 11:30 ആയി സാധനങ്ങളൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും തന്നെ. അപ്പോൾ കുക്കിംഗ് ഇന്ന് ഒത്തിരി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല, പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ദം ബിരിയാണി സ്റ്റൈലൊക്കെയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ റൈസ് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുക. നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ മസാല ചിക്കൻ ഫ്രൈ ചെയ്യാതെ കേട്ടോ ഉണ്ടാക്കിയത്, വേവിച്ചിട്ട്. ഞാൻ അധികം മസാലാസ് ഇടില്ല, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഗരം മസാലയും പെപ്പറും അതാണ് എൻ്റെ മെയിൻ. അതാണ് മാക്സിമം ഞാൻ ഉപയോഗിക്കുക. എരിവിനാണ് പെപ്പർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ മിൻറ്റ് ലീഫും പിന്നെ മല്ലിയില ഇടും കേട്ടോ. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യാൻ തന്നെ ഒരു 1/2 hour ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കും. അപ്പം തന്നെ നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയി വരും, നല്ലതായിട്ട് വെന്ത് വരാം കേട്ടോ. പിന്നെ എല്ലാം ആക്കിയതിന് ശേഷം, ദമ്മിട്ടതിന് ശേഷം അതിലേക്ക് വറുത്ത് കോരിയ മുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ ഉള്ളി, സവാള ഞാൻ വറുത്തത് നന്നായിട്ട് ഉപയോഗിക്കും കേട്ടോ. അത് മസാലയിൽ ഉപയോഗിക്കും, മേലെ ഡെക്കറേഷൻ പരിപാടിക്കാണെങ്കിലും മുകളിൽ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും മല്ലിയിലയും കൂടെ ഇട്ടാൽ നമ്മുടെ നല്ല ബിരിയാണി. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് ദമ്മിട്ട് കുറേ സമയം ഒരു 1/2 hour എങ്കിലും ദമ്മിട്ട് വെച്ചാലാണ് ശരിക്കും അതൊന്ന് സെറ്റാകുക. പക്ഷെ നമുക്കതിനുള്ള നേരമില്ലായിരുന്നു. ലഞ്ച് കഴിക്കുമ്പോൾ തന്നെ ഒരു 2:30-3 മണി ആകാറായി ഏകദേശം. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുടുവിൻ്റെ ആദ്യത്തെ ഓണക്കോടി കിട്ടി കേട്ടോ. പിന്നെ ആപ്പനും ആൻറ്റിയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓണക്കോടിയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടാവുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, ടൗണിലേക്ക് ഇറങ്ങി. ടൗണ് ഫുള്ള് പൂക്കളായിരുന്നു കേട്ടോ. എല്ലാ സൈഡിൽ, ഇത് ധർമ്മശാല ടൗൺ കേട്ടോ. 2 സൈഡും പൂക്കളുണ്ടായിരുന്നു. പല പല വിലകളാട്ടോ. 300 തൊട്ട് 150 വരെ കിലോ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ വില. അപ്പം നമ്മൾ അതൊക്കെ നോക്കി കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ ചായ കുടിക്കാൻ പോയി. പക്ഷെ അത് വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ചായൻ്റെ കടി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന ഒരു അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.